Move it. എൻ്റെ പേര് ജോസ് പുലിക്കോട്ടിൽ ഒളരി. ഞാൻ 10-25 കൊല്ലത്തിൻ്റെ മുകളിലായി പുലിക്കളി കളിക്കാൻ തുടങ്ങിയിട്ട്. ഒരു അരം കൊള്ളിക്കുന്നൊരു പരിപാടിയാണ്. പിന്നെ ജനങ്ങൾ കാണാൻ വരലും ഒരുപാട് കാര്യങ്ങളുണ്ട്. ടേബിളോ, പിന്നെ പുലിക്കളിയുടെ താളം, ഇതൊക്കെ ആ താളത്തിനനുസരിച്ചുള്ള സ്റ്റെപ്പ്, ഇതൊക്കെ അന്നത്തെ കാലത്ത് അസംബര് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. പക്ഷെ ഇന്ന് കളിക്കുന്നവർക്കൊന്നും അത്ര സ്റ്റെപ്പൊന്നും അത്ര അറിയില്ല. എന്നാലും ആ ഇപ്പോൾ വയറൊക്കെ ചാടിയവരാണ്. പണ്ടൊക്കെ അത്ര വയറ് ചാടിയവരല്ല. അന്നൊക്കെ നല്ല സിമ്പിൾ, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരായിരുന്നു. അപ്പോൾ ഇന്ന് വയറ് ചാടിയവരാണ്. വയറ് കുലിക്കുകയും പടം വരച്ചും. ഇന്നൊന്നും പടം വരയ്ക്കാറില്ല. ഇപ്പോൾ ഇന്ന് പുലികളുടെ പടമൊക്കെ വരച്ച് നല്ല സിംഹത്തിൻ്റെ തലയുടെ പടം ഒക്കെ വരച്ചിട്ടാണ് പുലിക്കളി കളിക്കുന്നത്. ചെട്ടിയന്മാരുടെ പിള്ളേരുടെ കൂടെ എൻ്റെ കൂട്ടുകാരന്മാരുണ്ട്. അവരുടെ കൂടെ കൊള്ളി പൊടിച്ചിട്ടാണ് അതിൻ്റെ ഇതാക്കി അവർ കലക്കുക. എന്നിട്ട് അത് തേക്കും. അത് തേച്ചിട്ട് ചർച്ചക്കരി കത്തിച്ചിട്ട് അത് അരച്ച് അതിനും കൂടി ചകിരിയിലെ തൊണ്ടുകൊണ്ട് ഞങ്ങൾ ചതച്ചൊക്കെ തുമ്പ് ചതക്കുകയും ചെയ്യാം. എന്നിട്ട് അത് ബ്രഷ് പോലെ ആക്കിയിട്ട് അതാണ് അന്ന് കാലത്തൊക്കെ ചെയ്യാറ്, ഇങ്ങനെ വരയ്ക്കാറ് പിള്ളേർ തമ്മിൽ. പുള്ളിക്കുത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് കളറാണ് പുള്ളി കുത്താനായിട്ട് ഉപയോഗിക്കുക. ഈ ബ്ലാക്ക് കളറിൽ ബ്രഷ് ഉപയോഗിച്ച്, ഫ്ലാറ്റ് ബ്രഷുകൾ ഉപയോഗിച്ച് ഡോട്ടുകൾ ഇടുന്ന ഒരു പതിവുണ്ട്. അല്ലാതെ തന്നെ പപ്പയുടെ തണ്ട് ഒടിച്ചെടുത്ത് അത് പപ്പമരമായിട്ട് വരുന്ന കണക്ഷന്റെ ഭാഗം കട്ട് ചെയ്തെടുക്കും. അപ്പൊ അതിനൊരു ഷേപ്പ് ഉണ്ട്. പുലിക്കളി, അതായത് പുലിയുടെ ചലനങ്ങളെ അനുകരിച്ചുള്ള കളി. ഓണക്കാലമായാൽ തൃശൂർ നഗരം പുലികളുടെ ആഘോഷത്താൽ നിറയും. ഏകദേശം 200-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് തൃശൂർ നഗരത്തിന്റെ ശില്പിയായ രാജ രാമവർമ്മ പിള്ള തമ്പുരാന്റെ, നമ്മുടെ ശക്തൻ തമ്പുരാന്റെ കാലഘട്ടത്തിലാണ് പുലിക്കളി എന്ന കലാരൂപം പിറവി കൊണ്ടത്. 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഓണാഘോഷങ്ങൾ കൂടുതൽ ജനപങ്കാളിത്തത്തോടെ ആഘോഷിക്കപ്പെടണം എന്ന ആഗ്രഹത്തോടെയാണ് അദ്ദേഹം ഈ കലാരൂപത്തെ ജനകീയമാക്കിയത്. എന്നാൽ 18-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ മൈസൂരിൽ നിന്നും വന്ന ഒരു സംഘം സൈനികരുടെ വിനോദ പ്രകടനങ്ങളിൽ നിന്നും കടുവ, പുലി തുടങ്ങിയവയെ അനുകരിച്ചുള്ള നൃത്തരൂപങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് പുലിക്കളി രൂപീകരിക്കപ്പെട്ടത് എന്നും പറയപ്പെടുന്നുണ്ട്. തിരുവോണത്തിന് ശേഷമുള്ള 4-ാം നാളിൽ പുലിക്കളി കലാകാരന്മാർ തങ്ങളുടെ ദേഹം മഞ്ഞ, ചുവപ്പ്, കറുപ്പ് എന്നീ നിറങ്ങളാൽ അലങ്കരിച്ച് പുലിയുടെ മുഖം ശരീരത്തിൽ ചിത്രീകരിച്ച് കിലുങ്ങുന്ന അരപ്പട്ടയണിഞ്ഞ് മുഖാവരണവും വെച്ചുകൊണ്ട് ചെണ്ടയുടെയും ഉടുക്കിന്റെയും തകിലിന്റെയും അകമ്പടിയോടെ താളത്തിനൊത്ത് ചുവടുവെക്കും. യഥാർത്ഥത്തിൽ പുലിക്കളി എന്നാൽ പുലിയുടെ രൂപവും സ്വഭാവവും അനുകരിക്കുന്ന ഒരു നൃത്ത കലാരൂപം എന്നാണ് അർത്ഥമെങ്കിലും ശക്തിയും ധൈര്യവും പ്രതിനിധാനം ചെയ്യുന്ന ഈ പോരാട്ടത്തെ പുലിവേട്ടയായും ചിലർ വ്യാഖ്യാനിക്കുന്നു. പുലിക്കളി ഇന്ന് ദേശീയ, അന്തർദേശീയ തലത്തിലും പ്രശസ്തമാണ്. കാലം മാറിയതോടെ പുലികളിലും പുലിവേഷങ്ങളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 2016-ൽ ആദ്യമായി സ്ത്രീകൾ പുലിവേഷം കെട്ടി ചരിത്രം കുറിച്ചു. കുട്ടികളും ഇപ്പോൾ പുലിക്കളിയിൽ സജീവമാണ്. ഇന്ന് തൃശൂർ നഗരത്തിന്റെ ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിക്കുന്നത് പുലിക്കളിയാണ്. തൃശൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ വിവിധ ദേശക്കാർ വാശിയോടെ പങ്കെടുക്കുന്ന ഒരു മത്സരമായി പുലിക്കളി മാറിയിരിക്കുന്നു.
പുലിക്കളി എന്നത് നമുക്കൊരു വിനോദം മാത്രമല്ല, ഇത് നമ്മുടെ നാടിൻ്റെ ജനകീയ സംസ്കാരത്തിൻ്റെ തന്നെ പ്രതീകമാണ്. 4-ാം ഓണനാളിൽ ഈ വർണ്ണവിസ്മയത്തിനു ശേഷം നാടും നഗരവും അടുത്ത ഓണക്കാലത്തിനായി കാത്തിരിക്കും.